നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 19ാമത് അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുലച്ചി. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. അധ്യായം 19. വായന്നൂരിലെ വഴിയോരങ്ങളിൽ ഉത്സവ തിമിർപ്പ്. പുതിയ കുപ്പായങ്ങളിട്ട കുട്ടികൾ വഴിയോരങ്ങളിൽ ഓടിക്കളിച്ചു. സുരൂട്ടി തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഉടുപ്പിട്ടു. ശ്യാമയ്ക്കും സിന്ധുവിനും പുത്തൻ കുപ്പായങ്ങൾ കൊടുത്തത് അവൻ കണ്ടതാണ്. തനിക്ക് പുതിയ കുപ്പായം തരാത്തതിൽ അവന് പരിഭവമൊന്നും തോന്നിയില്ല. മരണക്കിണർ കാണണം, അവൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു. അതിനായി പണം സ്വരുക്കൂട്ടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കോളയാട്ടെ അയ്യപ്പൻ വിളക്കിന് മരണക്കിണർ കാണാൻ കഴിഞ്ഞില്ല. അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. തിറ തുടങ്ങുന്നതിന് മുമ്പേ സുരൂട്ടി പലവട്ടം തിറപ്പറമ്പിൽ വന്നുപോയി. എവിടെയാണോളീ മരണക്കിണർ? നിൻ്റെ കുടിയിൽ, പലരും കളിയാക്കി. തിറ തുടങ്ങുന്ന ദിവസം സുരൂട്ടി തിറപ്പറമ്പിലെത്തി. അവിടൊക്കെ തിരഞ്ഞു. ഇല്ല, ഇക്കൊല്ലം മരണക്കിണറില്ല. മീശ ഗോവിന്ദൻ്റെ പലചരക്ക് കടയ്ക്ക് പിന്നിലെ മൈതാനത്താണ് മരണക്കിണർ ഒരുക്കാറുള്ളത്. അവിടെ ഇത്തവണ കൽച്ചട്ടി കച്ചവടക്കാരാണ്. മരണക്കിണറില്ലാത്തതിനാൽ സുരൂട്ടിക്ക് തിറയോട് തന്നെ താല്പര്യം തോന്നിയില്ല. ബലൂൺ കച്ചവടക്കാരെയും പീപ്പി കച്ചവടക്കാരെയും കാണുവാൻ നിൽക്കാതെ സുരൂട്ടി ചാലിക്കുന്ന് കയറി. വെറുതെ നടന്നപ്പോൾ സുരൂട്ടി മുരളിയുടെ വീട് കണ്ട് അങ്ങോട്ട് നടന്നു. ഉമ്മറത്തെ കവഞ്ചിയിൽ കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു മുരളി. നീ ഏടെന്ന് വരാ സുരൂട്ടി? തിറപ്പറമ്പീന്ന്. വഴിയോരങ്ങളിൽ തോരണങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലാക്കിയിരുന്നു തിറയുടെ കാര്യം. സുരൂട്ടി പറഞ്ഞപ്പോഴാണ് അത് വീണ്ടും ഓർമ്മിച്ചത്. സുരൂട്ടി ഇരിക്ക്. കൊലായിൽ ചാണകം മെഴുകിയ നിലത്ത് സുരൂട്ടി ഇരുന്നു. നീ എന്താ കാണിച്ചേ? ട്രൗസർ മുഴുവൻ കരിയായല്ലോ. മടൽ കരിക്ക് കൂട്ടി മെഴുകി തിണ്ണയുടെ കറുപ്പ് മുഴുവൻ സുരൂട്ടിയുടെ വെള്ള ട്രൗസറിൽ പുരണ്ടു. അവൻ കൈകൊണ്ട് ട്രൗസറിൻ്റെ പിൻഭാഗം തുടച്ചു. അതോടെ കരി മുഴുവൻ പരന്നു. ഇത്തവണ എന്തോളി മരണക്കിണർ വരാത്തെ? മരണക്കിണറോ? പുസ്തകം മടക്കി വെച്ച് മുരളി എഴുന്നേറ്റു. എന്താണ് ഈ മരണക്കിണർ? മുരളിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് പിടികിട്ടിയത്. സുരൂട്ടിയുടെ ഇന്നത്തെ പ്രശ്നം മരണക്കിണറാണെന്നത്. അതില്ലാത്തതിനാൽ അവൻ തിറപ്പറമ്പിലേക്ക് വരാൻ മടിക്കും. അവനെയും കൂട്ടി തിറപ്പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയതാണ്. കാര്യമൊന്നുമില്ല, വെറുതെ. തിറയും തെയ്യവുമൊക്കെ കണ്ടിട്ട് കാലങ്ങളായി. ചെറുപ്പത്തിൽ അച്ഛനൊപ്പം പോയതാണ്. വലുതായതിൽ പിന്നെ 1-2 തവണ. തിറനാളിൽ പലപ്പോഴും എവിടെയെങ്കിലും ആവും. തിറനാളുകളിൽ നാട്ടുകാരെല്ലാം വായനൂരിലെത്തണമെന്ന് നിർബന്ധമാണ്. കെട്ടിച്ചയച്ച പെൺമക്കളും കുട്ടികളും ജോലി തേടിപ്പോയവരും തിറനാളുകളിൽ വായനൂരിലെത്തും. അല്ലെങ്കിൽ അമ്പലക്കണ്ടി കാവിലമ്മ കോപിക്കുമെന്നാണ് വിശ്വാസം. അജയേട്ടൻ കാണാതാവൽ, അമ്മയുടെ മരണം, ഇതിനൊക്കെ പിന്നിൽ കാവിലമ്മയുടെ കോപമാകുമോ? ഷർട്ടിട്ട് വീട് പൂട്ടി. താക്കോൽ വാതിൽ പടിക്ക് മുകളിൽ വെച്ചിറങ്ങി. ഒന്നും മിണ്ടാതെ സുരൂട്ടി പിന്നാലെ നടന്നു. വയലും കശുമാവിൻ തോപ്പും പിന്നിട്ട് സഹദേവൻ്റെ പ്രതിമയ്ക്ക് മുന്നിലൂടെ അമ്പലക്കണ്ടി കാവിലേക്ക് തിരിഞ്ഞപ്പോൾ സുരൂട്ടി ചോദിച്ചു, മുരളിയേട്ടൻ കാവിലേക്കാ? അതെ. നീ വരണില്ലേ? ഇല്ല. എന്തേ? മരണക്കിണർ കൊണ്ടുതരാത്ത കാവിലമ്മേ ഞാൻ കാണില്ല. സുരൂട്ടി വേഗം നടന്നു. വായനശാലയും മാമൻ കൈക്കോറുടെ ഈശ്വരവിലാസം ചായക്കടയും പിന്നിട്ട് കണ്ണമ്പള്ളിയിലേക്ക്. കാവിൽ ചെണ്ടമേളം തിമിർക്കുകയാണ്. സഖാവ് കാവിലേക്കാ? പലരും തിരക്കി. റോഡിൽ നിന്നും ഇടുങ്ങിയ ഇടവഴി. ഇടവഴിക്കപ്പുറം പൊൻചെമ്പകത്തിൻ്റെ നിഴൽ പറ്റി അമ്പലക്കണ്ടി പറമ്പ്. പറമ്പിൽ കെട്ടിമേഞ്ഞ പന്തൽ. കുരുത്തോലകൾ കൊണ്ട് വിധാനിച്ച വഴിയിൽ നിരവധി ആൾക്കാർ. തിരക്കുകൾക്കപ്പുറം കാവ്. വായന്നൂരിലെ ജനങ്ങളൊക്കെയും അവിടെ കൂടിയിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നും വരുന്ന മുഴക്കം പോലെ ചെണ്ട ഇടയ്ക്കിടെ മുട്ടി. ഒറ്റമുലച്ചിയുടെ വരവ്. മുലകൾ കുലുക്കി നീണ്ട കുരുത്തോല തലമുടിയിളക്കി ഒറ്റമുലച്ചി ചുവടുകൾ വെച്ചു. മിന്നുന്ന വെള്ളിവാൾ കുലുക്കി വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി. ഇടമുറിയാത്ത മഴ പോലെ ചെണ്ടമേളം പെയ്ത് നിറയുകയാണ്. അച്ഛനൊപ്പം നിന്ന് തെയ്യം കണ്ട നാളുകളിലായിരുന്നു മുരളി. വാളുയർത്തി അലറിയോടിയ വെളിച്ചപ്പാടിനെ കണ്ട് അന്ന് പനി പിടിച്ചു. ഒരാഴ്ച വേണ്ടി വന്നു ആ പനി മാറാൻ. അമ്മ പോലും പേടിത്തൊണ്ടനെന്ന് വിളിച്ച് കളിയാക്കി. ബഹളങ്ങൾക്കിടയിലൂടെ നടന്നു. പരിചയക്കാരിൽ ചിലർ ലോഹ്യം ചോദിച്ചു, തലയാട്ടി.
കാവിലമ്മയെ വണങ്ങിയില്ല. വെളിച്ചപ്പാടിൻ്റെ അടുക്കൽ അനുഗ്രഹം വാങ്ങാനും ചെന്നതുമില്ല. വെളിച്ചപ്പാട് ഉദയോത്ത് ശ്രീധരനാണ്. സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവൻ. അവൻ്റെ അച്ഛൻ ഉദയോത്ത് മാധവൻ പെരുവണ്ണാൻ മരിച്ചപ്പോൾ അവൻ വെളിച്ചപ്പാടായി. പെയ്തു നിറയുന്ന ചെണ്ടമേളം ഏതോ കാലങ്ങളിലേക്ക് ആനയിക്കുകയാണ്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. മാമൻ കൈക്കോറുടെ കടയ്ക്ക് മുന്നിലൂടെ നടന്നു. കടയ്ക്കപ്പുറം കണ്ണമ്പള്ളി. ഇടത്തെ ഇട ചെല്ലുന്ന ജാൻവേടത്തിയുടെ വീട്ടിലേക്കാണ്. പോയാലോ? ഉച്ച കഴിയുന്നതേ ഉള്ളൂ. വേണ്ട. കണ്ണമ്പള്ളിയും കഴിഞ്ഞു നടന്നു. ജോസഫ് മാഷിൻ്റെ വീടിന് മുന്നിലൂടെ ചാലിക്കുന്ന് കയറി. അങ്ങനെ നടന്നു. യാതൊരു ഉദ്ദേശവുമില്ലാത്തതിനാൽ മനസ്സ് ശൂന്യമായിരുന്നു. ഒറ്റമുലച്ചിയില്ലാത്ത ചാലിക്കുന്ന്. വായന്നൂർക്കാരെ കാണാൻ പോയിരിക്കുകയാണ് ഒറ്റമുലച്ചി. പാറയിൽ നിവർന്നു കിടന്നു. വീശിയ ഇളങ്കാറ്റിനൊപ്പം കാവിൽ തിമിർക്കുന്ന ചെണ്ടമേളത്തിൻ്റെ ചീള്. അരുവിയുടെ താരാട്ട്. തണുപ്പ്. ചിലങ്കകളുടെ കിലുക്കം അടുത്തടുത്ത് വരികയാണ്. കാറ്റ് നിർത്താതെ വീശുന്നു. പെയ്തു നിറയുന്ന ചെണ്ടമേളത്തിനൊപ്പം പാലപ്പൂക്കളുടെ തുളച്ചു കയറുന്ന മണം. എല്ലാം ഏതോ കാലങ്ങളിലേക്ക് പിന്മടങ്ങുകയാണ്. വിളറിയ നിലാവെട്ടം. സുഗന്ധപുഷ്പങ്ങൾ വിതറിയ ഒരു ശയ്യയിൽ അവൻ കിടന്നു. ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഇളങ്കാറ്റിലൊഴുകിയ മേഘങ്ങളുടെ അകമ്പടിയോടെ അവൾ വന്നു. കനകമയങ്ങളായ പാത്രങ്ങളിൽ പാലും പഴവും നൽകി അവൾ അവനെ സൽക്കരിച്ചു. മെല്ലെ നിലാവ് അസ്തമിച്ചു. ഇരുട്ടിൽ മുറിക്കകത്തൊന്നും കാണാനായില്ല. കാതുകളിൽ തേനീച്ചകളുടെ മൂളൽ മാത്രം. താൻ എവിടെയാണ്? ചുണ്ടുവിരൽ ചെമിയിലമർത്തി മുരളി ധരിച്ചിരുന്നു. ഘനമുള്ള ഇരുട്ടാണ് എവിടെയും. ചുറ്റും പറക്കുന്ന തേനീച്ചകളുടെ മൂളലും മാത്രം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 19ാമത് അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമുലച്ചി. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.